ഹലോ, ഇന്ന് നമുക്കൊരു പെയിൻറ്റിങ് ചെയ്താലോ? കഴിഞ്ഞ ഡേ ഞാനൊരു കാൻഡിൽ പെയിൻറ്റിങ് വീഡിയോ ഇട്ടിട്ടുണ്ടേനു. അതാണേലും ഞാൻ രാത്രി 1 മണിക്ക് ചെയ്തൊരു പെയിൻറ്റിങ്ങേനു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഫൈനൽ ഔട്ട്പുട്ട് കണ്ടപ്പോൾ അന്നൊട്ടേ ഞാൻ വിചാരിക്കുന്നുണ്ടേനു കുറച്ചെങ്കിലും നല്ലൊരു പെയിൻറ്റിങ് ചെയ്തിട്ട് ചാനലിൽ പോസ്റ്റ് ആക്കണം എന്ന്. എനിക്കാണെങ്കിൽ ഈ വരക്കാനും പെയിൻറ്റ് ചെയ്യാനും വലിയ സ്കില്ലൊന്നുമില്ല, ഞാനത് പഠിക്കാൻ പോയിട്ടുമില്ല. ഉള്ള കഴിവൊക്കെ വെച്ച് ചെയ്തതാണ് കേട്ടോ ഈ ഒരു പെയിൻറ്റിങ്. കാരണം എനിക്ക് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത് അത്യാവശ്യം ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ ഒരു മൂഡ് തോന്നുമ്പോൾ മാത്രം വരുന്നൊരു സാധനമാണ് കേട്ടോ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആൻഡ് ഞാൻ ഭയങ്കര നല്ല രീതിയിൽ വരക്കുകയില്ല. പക്ഷെ നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുത്ത് വരക്കാൻ പറ്റിയൊരു പിക്കാണ് ഇത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഒറ്റ ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും ഒറ്റ ബ്രഷ് വെച്ചിട്ട് വരക്കാൻ പറ്റിയൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ ഇത്. ഈ വരച്ചേക്കണ ബുദ്ധയുടെ പിക്ക് ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് വരച്ചതാണ് കേട്ടോ. ഞാനിവിടെ 6B പെൻസിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ 2B പെൻസിൽ യൂസ് ചെയ്യുക. കാരണം എൻ്റെ അടുക്കൽ ഒരു 6B ഭയങ്കര പഴക്കമാണ്. അപ്പോൾ അതിനാൽ അതിൻ്റെ കട്ടിയെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ടേനു ഫേസ്. പിന്നെ അൾട്രാമെറൈൻ ബ്ലൂവും വൈറ്റും കൂടി 1:2 റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ ഉണ്ടല്ലേ. പിന്നെ ഞാൻ ക്യാമലിൻ്റെ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഹെയർ ഈ ഒരു വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റും. അതൊരിക്കൽ എക്സ്ക്ലൂഡ് ചെയ്യാൻ ഞാനത് ശ്രദ്ധിച്ചില്ല. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പരമാവധി അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ സൂമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട്. അതെന്തായാലും നിങ്ങളൊന്ന് എക്സ്ക്ലൂഡ് ചെയ്യുക. ഐ എം സോറി. പിന്നെ കഴുത്തിൻ്റെ ഭാഗം എത്തിയപ്പോൾ കുറച്ച് വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴുത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഞാൻ അൾട്രാമെറൈൻ ബ്ലൂ അതുപോലെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊരു കോൺടോർ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ഷാഡോ എഫക്റ്റിനൊക്കെ യൂസ് ചെയ്യാം. കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത്, പിന്നെ നോസ് തൊട്ട് ചിന്ന് വരെയുള്ള ആ ഒരു സൈഡ്, നെക്കിൻ്റെ ആ ഒരു പാർട്ട്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു അൾട്രാമെറൈൻ ബ്ലൂ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇയറിൻ്റെ ആ ഒരു മേലത്തെ പാർട്ടിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ ബ്ലെൻഡിങ് ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് ഒന്നല്ല ഇത്. പിന്നെ ഞാനിത് ആദ്യമായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആസ് ഐ ആം എ ബിഗിന്നർ. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഞാനൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ എപ്പോഴും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് മേലത്തെ ആ ഒരു പാർട്ടിൽ അപ്ലൈ ചെയ്തു. കുറച്ചുകൂടെ ഓറഞ്ച് എടുത്തിട്ടാണ് താഴെ അപ്ലൈ ചെയ്തത്. പിന്നെ ഡയറക്റ്റായിട്ട് ഓറഞ്ച് ഒരു ഷാഡോ പോലെയുള്ള ഒരു ഡെപ്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഡീറ്റെയിലിംഗ് എഫക്റ്റ് അവിടെ കിട്ടും. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കാർമൈൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ, റെഡിൻ്റെ. അത് ഞാൻ തോന്നുന്നു അതും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ലോവർ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പർ ലിപ്പിൽ അത് ഡയറക്റ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ജസ്റ്റ് ഒരു എഫക്റ്റൊക്കെ പോലെ തോന്നും കേട്ടോ. ലൈറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു എഫക്റ്റ് പോലെ ഫീൽ ചെയ്യും. പിന്നെ ലെമൺ യെല്ലോവും സാപ്പ് ഗ്രീനും ആണ് എൻ്റെ കയ്യിലുണ്ടേനെ. നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു തരം ഒരു ലൈറ്റ് ഗ്രീൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം എനിക്ക് വേണ്ട ഗ്രീന് എന്തായാലും ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഞാൻ പ്രോ അല്ല, വരക്കുന്നത് പിന്നെയും സാരില്ല. പെയിൻറ്റിങ് എനിക്ക് തീരെ അറിയാത്തൊരു സാധനം ആയതുകൊണ്ടും ഞാനിത് നല്ല വൃത്തിക്കൊന്നല്ല ചെയ്തത്. പിന്നെ ഈ ഒരു ലീഫ് പെയിൻറ്റിങ് തുടങ്ങിയതിന് ശേഷം തൊട്ടേ എനിക്ക് ഭയങ്കര മടിയാണ്. നിങ്ങൾക്ക് കണ്ടുകൂടെ ഇപ്പോൾ ലൈറ്റൊക്കെ പോയത് അത്ര ഇരുടായിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ആ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിതൊരു 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തൊരു പെയിൻറ്റിങ്ങേനും കഴിയാനൊരു 7 മണി 7:30 അങ്ങനെ ആയിട്ടുണ്ടേനു കേട്ടോ. ഇതെല്ലാം ഫുള്ള് ഞാൻ അക്രലിക് പെയിൻറ്റ് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ള പെയിൻറ്റൊക്കെ കഴിഞ്ഞെന്നുള്ള സത്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പം ഞാൻ പിന്നെ കുറച്ച് വേറെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വഴിയേ നമുക്ക് കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇത് വാട്ടർ കളർ വെച്ചിട്ടും ചെയ്യാം. എനിക്ക് പിന്നെ അക്രിലിക് പെയിൻറ്റ് പിന്നെയും കുഴപ്പമില്ല. വാട്ടർ കളർ പിന്നെ എനിക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് തീരെ കുഴപ്പമില്ല. അപ്പം മൂഞ്ചിക്കോളും. അപ്പം ഞാൻ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്ലിപ്പിൽ കുറച്ച് ഡാർക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. ബാക്ക്ഗ്രൗണ്ട് എല്ലാം അടക്കമായിട്ട് പിന്നെ ഷാഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ പിന്നെ ഷാഡോസൊക്കെ കുറച്ചും കൂടെ അങ്ങോട്ട് കൂടിയിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ സൺസെറ്റിൻ്റെ ആ ഒരു ടൈം ചെയ്യുന്നു കേട്ടോ. പെയിൻറ്റ് തീർന്നുകൊണ്ട് ഞാനത് കുറച്ചും കൂടി ലൈറ്റൊക്കെ ആക്കുന്നുണ്ട്. ലൈറ്റ് ആക്കേണ്ടിയിട്ട് പിന്നെ വൈറ്റ് എന്നല്ല കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലെ ആയിപ്പോയി ഒരു ഗ്രീന്. അപ്പം ഞാനതിൽ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. ഇത് പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ ഒരു സൈഡ് ലൈറ്റ് ഷെയ്ഡും ഒരു സൈഡ് ഡാർക്ക് ഷെയ്ഡും അങ്ങനെയാണ് ഞാൻ ഇത് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡാർക്ക് ഷെയ്ഡിന് ഞാൻ ഡയറക്റ്റായിട്ട് ആ ഒരു സാപ്പ് ഗ്രീൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേനും ഞാൻ ഡ്രോയിങ് വരക്കുമ്പോഴുള്ള അപ്പോഴത്തെ ആ ഒരു എന്താ പറയുക ആ ഒരു സംഭവം. പിന്നെ ഞാൻ ഇതാണ് ഞാൻ വാട്ടർ ആഡ് ചെയ്തിട്ട് കൊളാക്കി എന്ന് പറയുന്ന സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെയിൻറ്റ് തീർന്നിട്ടേനു. പിന്നെ ഇവിടെ മര്യാദയ്ക്ക് ബ്ലൂ വെച്ച് ചെയ്താൽ മതി. പിന്നെ എൻ്റെ മടി കാരണം ഞാൻ അവിടെ ബ്രഷ് പെന്ന് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ കയ്യിൽ ബ്ലൂ തീരാനായിട്ടുണ്ടേനു ഈ ഒരു ഫേസ് ബേസൊക്കെ അടിച്ചതിന് ശേഷം. ഇപ്പം ഞാൻ ഡയറക്റ്റ്ലി ആ ഒരു സാപ്പ് ഗ്രീൻ ആണ് കേട്ടോ അപ്പുറത്തെ സൈഡ് അടിച്ചു കൊടുക്കണേ. ഈ ഒരു എഫക്റ്റിലാണ് നമുക്ക് ഫുള്ളായിട്ടും വേണ്ടത്. പിന്നെ ഒരു സ്റ്റേജൊക്കെ എത്തിയപ്പോൾ എൻ്റെ മടി കാരണമാണോ പെയിൻറ്റ് തീർന്ന കാരണമാണോ എന്നറിയില്ല, ഞാൻ വല്ലാതെ അങ്ങ് ബോറടിച്ചു പോയി. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിക്കല്ല ഞാൻ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. കുറച്ചധികം ചേഞ്ചസ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ തീർന്നുകൊണ്ട് തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ശരിക്കും ബ്ലൂ കളറായിരുന്നു ചെയ്യേണ്ടത്, അതായത് അൾട്രാ മെറൈൻ ബ്ലൂ അതിന് കൊടുക്കണ്ടേ. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുള്ള ബ്ലൂ കളർ ബേസൊക്കെ അടിച്ചതിന് ശേഷം ഫുള്ള് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു പെയിൻറ്റ് ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചതാണ്. ഒരു 2-3 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു അക്രിലിക് പെയിൻറ്റ്. ഇനി പുതിയ വാങ്ങണം. ഫുള്ളായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റേനും എൻ്റെ അടുക്ക് ഉള്ളത്. നോക്കുമ്പോൾ ആ ഒരു ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റും തീർന്നൊരുമാതിരി കട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു. ക്യാൻഡിൽ പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം കുറേയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ബ്ലാക്ക് ബ്രഷ് പെന്ന് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് വലിയ രീതിക്കൊന്നും അറിയുന്നൊന്നും ഇല്ല. പിന്നെ ഈ ഒരു ബ്ലാക്ക് ബ്രഷ് പെന്ന് വെച്ചിട്ട് ഈ ഔട്ട്ലൈൻ പോലെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 3D എഫക്റ്റ് ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു സാധനം നിങ്ങൾ അക്രിലിക് തന്നെ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഡാർക്ക് ആക്കേണ്ടിയിട്ട് ബ്രഷ് പെൻ വെച്ച് ഒരു കോട്ടും കൂടി ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഐൻ്റെ ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട ആ ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഞാനൊരു ബോർഡർ പോലെ സ്കെയിൽ വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. എന്തോ അറിയില്ല, ഞാനിവിടെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയയിൽ സ്കെയിൽ ഉണ്ടേനില്ല, എൻ്റെ ബാഗിലേനും ഉള്ളത്. അപ്പം ഞാൻ ബാഗിൽ നിന്ന് പോയി എടുക്കണ്ടേന്ന് വെച്ചിട്ട് എടുക്കാണ്ട് വെച്ച് വരച്ചതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഫേസിൻ്റെ ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഷാഡോ എഫക്റ്റ് വന്നില്ലേ. നിങ്ങളൊരു ബിഗിന്നറാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഞാനൊരു ബിഗിന്നറാണ്, നിങ്ങളൊരു ബിഗിന്നറാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങളെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കുറച്ച് റിയാലിസ്റ്റിക് പോലെ ആ ഒരു എഫക്റ്റിന് കുറച്ച് ഇതാവും. പിന്നെ ഞാൻ ഈ ഒരു ക്യാമലിൻ്റെ ഗോൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പൊട്ട് വെച്ചപ്പോൾ ആ പൊട്ട് വേണ്ടേനോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് ഈ ഒരു പെയിൻറ്റിങ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും മറക്കുകയേ ചെയ്യണ്ട. പിന്നെന്താ, ബൈ, സീ യു.